പാക് അധിനിവേശ കാശ്മീരിൽ പ്രക്ഷോഭം വളരെ ശക്തമായി മുന്നോട്ട് വരുന്നു. പാകിസ്ഥാനിലെ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫിന് എതിരായ പ്രക്ഷോഭം വളരെ ശക്തമായി മുന്നോട്ട് വരികയാണ്. നമുക്കറിയാം, കാശ്മീരിൻ്റെ കിഴക്ക് വശത്ത്, പടിഞ്ഞാറ് വശത്ത് കാശ്മീർ അതുപോലെ തന്നെ പാകിസ്ഥാനും ഇടയിലുള്ള കുറേ പ്രദേശങ്ങൾ, അവിടെയുള്ള ജനതകൾ അവർ എങ്ങും തൊടാതെ നിൽക്കുകയാണെങ്കിലും ആ പ്രദേശം ഇൻഡിപെൻഡൻ്റായിട്ട് ഒരു സ്വയംഭരണ പ്രദേശമായിട്ട് തന്നെ മുന്നോട്ട് പോവുകയാണ്. പാകിസ്ഥാനിലെ അസംബ്ലിയിലെ 12 സീറ്റുകൾ അവിടെയുണ്ട്. പാക് അധിനിവേശ കാശ്മീരായിട്ട് ഇന്ത്യ സ്വാതന്ത്ര്യം പാലിക്കുന്ന മുമ്പ് മുതൽ പാകിസ്ഥാൻ കൈവശപ്പെടുത്തിയിരിക്കുന്ന ആ പ്രദേശം 12ഓളം MP-മാരുണ്ട്. പാകിസ്ഥാൻ അസംബ്ലിയിൽ അവർക്ക് അത്ര സീറ്റ് അനുവദിച്ചിട്ടുണ്ട്. അതൊക്കെ ഇലക്ഷൻ നടക്കുന്നുണ്ട്. അങ്ങനെയൊക്കെ ഉള്ള സംവിധാനമുള്ള ഒരു സ്വയംഭരണ പ്രദേശമാണ് കാശ്മീർ അധിനിവേശ അല്ലെങ്കിൽ പാക് അധിനിവേശ കാശ്മീർ എന്നും പറയാം. ഇവിടെയുള്ള ലക്ഷക്കണക്കിന് ആൾക്കാർ ഇന്ത്യയോട് അത്ര വിരോധമില്ല, പാകിസ്ഥാനോട് ഇപ്പം അവരുടെ കൺട്രോളിലും അവരുടെ കീഴിലുമായതുകൊണ്ട് അവിടെ പ്രക്ഷോഭം കുറച്ച് ശക്തമാണ്. അവിടെ ആടുകളും മാടുകളെയൊക്കെ തീറ്റയും കൃഷിയും ചെയ്തൊക്കെ ജീവിക്കുന്ന ഒരു വിഭാഗം ആൾക്കാരാണ് പണ്ട് മുതൽ അവിടെ ഉള്ളതെങ്കിലും ഇപ്പോഴേ ആധുനിക യുഗത്തിൽ കുറച്ചൊക്കെ ചെറുപ്പക്കാർ പഠിച്ച് മുന്നോട്ട് വന്നിട്ടുണ്ട്. അവിടെ ഇപ്പോഴത്തെ പ്രക്ഷോഭണത്തിൻ്റെ കാരണം പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ് ഒന്നും വാക്കുപാലിക്കുന്നില്ല. അവർക്ക് സബ്സിഡി നിരക്കിലെ ധാന്യം കിട്ടിക്കൊണ്ടിരുന്നു, അതൊന്നും ഇപ്പം കൊടുക്കുന്നില്ല. സാമ്പത്തിക ഞെരുക്കം കാരണം പാകിസ്ഥാൻ അതൊക്കെ നിർത്തലാക്കി. അവിടുത്തെ വൈദ്യുതി ചാർജ് കുറയ്ക്കാമെന്ന് പറഞ്ഞിട്ട് ഇതുവരെ കുറച്ചിട്ടില്ല. വൈദ്യുതി ചാർജും ഭയങ്കരമായിട്ട് കൂടിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെയുള്ള ദൈനംദിന ജീവിതത്തിൽ ബാധിക്കുന്ന പല പ്രശ്നങ്ങൾക്കും പരിഹാരം ഉണ്ടാകാതെ ജനങ്ങൾ പ്രക്ഷോഭത്തിലാണ്. ഇപ്പം പ്രക്ഷോഭം അതിശക്തമായി മുന്നോട്ട് വന്നിരിക്കുകയാണ്. അവാമി ആക്ഷൻ കമ്മിറ്റി എന്ന ഒരു സംഘടനയാണ് പ്രക്ഷോഭം നടത്തുന്നത്. അവർ AAC എന്നാണ് അതിന് പറയുന്നത്. അതിൻ്റെ നേതാവ് ഷൗക്കത്ത് നവാസ് മിർ എന്നയാളാണ്. അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലാണ് അത്തരം പ്രദേശമായി പാകിസ്ഥാനെതിരായിട്ട് നീങ്ങുന്നത്. അവർക്കൊരു സ്വതന്ത്ര ചെറിയ രാഷ്ട്രമായി നിൽക്കാനുള്ള ശ്രമം നേരത്തെ മുതലുണ്ട്. പാകിസ്ഥാനിലെ പല ഭാഗങ്ങളിലും അവരുടെ ഇൻഡിപെൻഡൻ്റായിട്ട് പല സംഘടനകളും സ്വയംഭരണത്തിന് വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന കാഴ്ച നമുക്ക് കാണാം. AAC നേതാവ് ഷൗക്കത്ത് നവാസിൻ്റെ ഡിമാൻഡ് ഇതാണ്: ഇതിന് പരിഹാരമുണ്ടെങ്കിൽ സമരം അതിശക്തമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകും എന്നാണ് പറയുന്നത്. നമ്മൾ ഈ പാക് അധിനിവേശ കാശ്മീരിനെ പറ്റി കൂടുതലും ബോധവാന്മാരായതും അതുപോലെ തന്നെ അവിടുത്തെ ജനങ്ങളുടെ ജീവിത രീതികളും അവരുടെ ഭരണരീതികളൊക്കെ മനസ്സിലാക്കിയത് കൂടുതലും പഹൽഗാം ഇഷ്യൂലാണ്. നമ്മുടെ ജമ്മു കാശ്മീരിൻ്റെ സൗത്ത് ഭാഗത്തെ ടൂറിസ്റ്റുകളുടെ കേന്ദ്രമായ സ്ഥലത്ത് പഹൽഗാമിൽ ഏകദേശം അവിടെ വന്ന 26ഓളം ടൂറിസ്റ്റുകളെ പാകിസ്ഥാനിലുള്ള ഭീകര സംഘടനയുള്ള ആൾക്കാർ വെടിവെച്ച് കൊന്നു. അത് ഇന്ത്യക്ക് വലിയ ഞടുക്കമായി. നിരപരാധികളായ പല ആൾക്കാരും അവിടെ കൊല്ലപ്പെട്ടു. മലയാളി ഉൾപ്പെടെ ഒരാൾ അവിടെ കൊല്ലപ്പെട്ടിട്ടുണ്ട്. അത് നിരപരാധികളും അവിടെ ടൂറിസ്റ്റായിട്ട് വന്നവരും അവരെ നിർദാക്ഷിണ്യം വെടിവെച്ച് കൊന്ന 3 പേരെ മാസങ്ങളെടുത്ത ശേഷം നമ്മൾ ട്രാക്ക് ചെയ്ത് ലൊക്കേറ്റ് ചെയ്ത് അവരെ നമ്മൾ കൊലപ്പെടുത്തുകയും ചെയ്തു. പാകിസ്ഥാൻ്റെ കൂലിപ്പട്ടാളമായിട്ട് അവിടുത്തെ തീവ്രവാദി ഗ്രൂപ്പിൽ പ്രവർത്തിക്കുന്ന ആ 3 പേരെയും നമ്മൾ ഈ അടുത്ത കാലത്ത് വെടിവെച്ച് കൊല്ലുകയും ചെയ്തു. അന്ന് തന്നെ നമ്മുടെ പ്രധാനമന്ത്രി പറഞ്ഞു, അമിത്ഷായും പറഞ്ഞു, നമ്മുടെ സഹോദരങ്ങളെ നിർദാക്ഷിണ്യം ഒരു കാര്യവുമില്ലാതെ വെടിവെച്ച് കൊന്ന അതിന് പകരം ചോദിക്കും. അവരെ കാശ്മീരിൻ്റെ ഏത് കാട്ടിൽ ഒളിച്ചാലും ശരി അവരെ പിന്തുടർന്ന് അവരെ സ്പോട്ടിൽ കൊല്ലുമെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ അവരെ 3 പേരെയും ഐഡൻറ്റിഫൈ ചെയ്ത് നമ്മൾ അവരെ വകവരുത്തുകയും ചെയ്തു. പഹൽഗാം ഇഷ്യൂ സമയത്ത് നമ്മുടെ പ്രധാനമന്ത്രി സൗദി അറേബ്യയിൽ വിസിറ്റായിരുന്നു. ഈ സംഭവത്തോടു കൂടി തന്നെ അദ്ദേഹം ആ സന്ദർശനം ക്യാൻസൽ ചെയ്ത് അപ്പോൾ തന്നെ വരികയും ചെയ്തു. അന്നേരമാണ് നമ്മൾ ജമ്മു കാശ്മീരിൻ്റെ ഭാഗമായ ഈ പാകിസ്ഥാൻ ഓക്യുപ്പൈഡ് ഏരിയയെപ്പറ്റി അതിനെപ്പറ്റി കൂടുതൽ ബോധവാന്മാരാകുന്നത്. തീർച്ചയായിട്ടും അങ്ങനെ ചെറിയ രാജ്യത്തിൻ്റെ
ഒരു 12ഓളം പാകിസ്ഥാനിലെ MP-മാരുള്ള പാക് അധിനിവേശ കാശ്മീർ കുറേ ഭാഗം പാകിസ്ഥാൻ്റെ കയ്യിലിരിക്കുന്നിടത്താണ് ഇപ്പോൾ ഈ പ്രക്ഷോഭം നടക്കുന്നത്. അതുകൊണ്ട് അതിന് വലിയ പ്രാധാന്യമുണ്ട്. ഇന്ത്യ അത് വാച്ച് ചെയ്തുകൊണ്ടിരിക്കും. കാരണം പാകിസ്ഥാന് അവരുടെ ആൾക്കാരെ ഈ അടുത്ത കാലത്ത് നമ്മൾ കേട്ടു, അവർ തന്നെ ആൾക്കാരിലേക്ക് അവർ പാട്ടൻ ടാങ്ക് ഉപയോഗിച്ച് അൺട്രസ്റ്റ് ആയ സ്ഥലത്ത് അവരുടെ ജനങ്ങളെ തന്നെ ആക്രമിച്ച് കീഴ്പ്പെടുത്തി കൊലപ്പെടുത്തി എന്ന് പറയുന്നത് കേട്ടു. എന്തായാലും പാകിസ്ഥാൻ്റെ സ്ഥിതി വളരെ മോശം തന്നെയാണ്. അമേരിക്കയുടെ പിന്തുണയോടെയും അവരുടെ സാമ്പത്തിക സഹായത്തോടു കൂടി പിടിച്ചു വയ്ക്കുന്ന ഒരു രാഷ്ട്രമാണ്. അത് ഭീകരപ്രവർത്തനത്തിന് പണ്ടു മുതലേ പേര് കേട്ട കുപ്രസിദ്ധി ആർജിച്ച ഒരു രാജ്യമാണ്. ഭീകരപ്രവർത്തകർ ലോകത്തെ അറിയപ്പെടുന്ന പലരും പല ഭീകര സംഘടനകളെയും അവിടെയാണ് ഒറിജിനേറ്റ് ചെയ്തിരിക്കുന്നതും അവിടെ തന്നെ ഇന്നും പാകിസ്ഥാൻ്റെ പട്ടാളക്കാരുടെ സഹായത്തോടു കൂടി തന്നെ അവർ ഇന്നും അവിടെ സുഖമായിട്ട് അവർ ഭീകരപ്രവർത്തനം നടത്തിക്കൊണ്ട് വരുന്നു. അവിടെ നമ്മൾ ഈ പഹൽഗാമിന് ശേഷം ഇൻഡോ പാകിസ്ഥാൻ വാർ സമയത്ത് നമ്മളവിടെ ആ ഭീകരപ്രവർത്തകരുടെ ക്യാമ്പിലെല്ലാം നമ്മൾ ആക്രമിച്ച് കീഴ്പ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. എങ്കിൽ തന്നെയും അവരുടെ ആ ബാക്കി ഭാഗങ്ങൾ ഇപ്പോഴും അവിടെ വളർച്ചയിൽ തന്നെയാണ്. പാകിസ്ഥാൻ്റെ സഹായം വാങ്ങിച്ചിട്ട് അത് ആ ഭീകര സംഘടന സജീവമായിട്ട് പാകിസ്ഥാനിൽ നിലനിൽക്കുന്നു എന്നുള്ളതാണ്. ഏതായാലും ASCയുടെ നേതാവ് ഷൗക്കത്ത് നവാസ് അദ്ദേഹത്തിൻ്റെ ആൾക്കാരുടെ പ്രക്ഷോഭം അതിശക്തമായി. അവർക്ക് ന്യായമായ രീതിയിൽ ധാന്യങ്ങൾ ചെറിയ എമൗണ്ടിന് കിട്ടിയില്ലെങ്കിൽ അവരുടെ ഇലക്ട്രിസിറ്റിയുടെ ബില്ല് വളരെ ക്രമാതീതമായി വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന അത് നിരക്കും താഴ്ത്തിയില്ലെങ്കിൽ ഒരു തരത്തിലും ഈ പ്രക്ഷോഭം പിൻവലിക്കില്ല. അതിരൂക്ഷമായ പ്രക്ഷോഭത്തിലേക്ക് ഇപ്പം അവർ പോകും എന്ന് ആണ് വരുന്ന വാർത്തകൾ. എന്തായാലും നമ്മുടെ ചുറ്റുവട്ടത്തുള്ള ചെറിയ പാക് അധീന പ്രദേശവും നേപ്പാളും അവിടെയൊക്കെ അൺട്രസ്റ്റായി വരുന്നത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം തന്നെ ബംഗ്ലാദേശിൻ്റെ ഒരു ഭാഗത്ത് അവിടെ കഴിഞ്ഞ ദിവസം കമ്മ്യൂണൽ റൈറ്റ് ട്രൈബുകളുടെ ഇടയിൽ അവിടെ ഉണ്ടായി. ഒരു പെൺകുട്ടിയെ ബലാത്സംഗം ചെയ്തതിന് ആ ബംഗ്ലാദേശിൽ പോലീസ് നടപടി എടുക്കാത്തതിലുള്ള പ്രക്ഷോഭം കൊണ്ട് അവിടെ ഇപ്പം പോലീസ് വെടിവെക്കുകയും 4 പേര് കൊല്ലപ്പെടുകയും ചെയ്തു. അവിടെ കുറേ ഏരിയയിൽ ഇപ്പം കലാപം പടർന്നിരിക്കുന്നു ബംഗ്ലാദേശിലും. എങ്കിലും നമ്മുടെ ചുറ്റുവട്ടത്തെ എല്ലാ സ്ഥലങ്ങളും ചെറിയ രാജ്യങ്ങളിലും എല്ലാം അവിടെ നമ്മൾ പ്രതീക്ഷിക്കുന്നതിലും കൂടുതൽ പ്രക്ഷോഭങ്ങൾ രൂപപ്പെട്ടുകൊണ്ടിരിക്കുന്നതാണ്. ലോകത്തിലെ എല്ലാ രാഷ്ട്രങ്ങളിലും അവിടെ ഈ രീതിയിലുള്ള ചെറുപ്പക്കാരുടെ മൂവ്മെൻറ്റുകൾ ധാരാളമായിട്ട് നടക്കുന്നത് നമുക്ക് കാണാം. പൊതുവെ അൺട്രസ്റ്റായ ലോകത്തിലെ ഇന്ത്യയിലെ കൂടുതലും നമ്മൾ സമാധാന പ്രേമികളായതുകൊണ്ട് കുറേയൊക്കെ നമുക്ക് കൺട്രോൾ ചെയ്ത് നമ്മുടെ രാജ്യം സുരക്ഷിതമായിട്ട് തന്നെ മുന്നോട്ട് പോകണം. അങ്ങനെ തന്നെ ഇപ്പോൾ ലഡാക്കിലെ ഒരു ചെറിയ പ്രശ്നം ഉണ്ടായിട്ടുണ്ട്. അത് അവർ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ലഡാക്കിന് ഭരണം കൊടുത്തു കഴിയുമ്പം അവിടെ ശാന്തമാകും എന്നാണ് ഞാൻ കരുതുന്നത്. ആ രീതിയിലുള്ള ചർച്ചകൾ അവിടെ നടക്കുന്നുണ്ട്. ജമ്മു കാശ്മീർ ഒരു സ്റ്റേറ്റായിട്ടും ലഡാക്ക് ഭാഗം ഒരു യൂണിയൻ ടെറിട്ടറി ആയിട്ടും പ്രഖ്യാപിച്ചിരുന്നത് അതിൻ്റെ കാലാവധി അത് കഴിഞ്ഞിരിക്കുന്നു. 6 വർഷമായിരിക്കുന്നു. അത് സമാധാനപരമായിട്ട് അതൊരു പ്രത്യേക സംസ്ഥാനമായിട്ട് വേണമെന്നുള്ള ഡിമാൻഡ് അന്നു മുതലുണ്ട്. അതിനുള്ള ചർച്ചകൾ നടക്കുന്നുണ്ട്. ലഡാക്ക് ഇപ്പം ശാന്തമാണ്. അവിടെ ഒരു 4 പേരെ അവിടെ വെടിവെച്ച് കൊല്ലേണ്ടി വന്നു കലാപത്തിൽ. അങ്ങനെ ചില അൺട്രസ്റ്റ് ചില പ്രദേശങ്ങളായി. അതിൻ്റെ നേതാവിനെ ഒരാളെ സോനം അദ്ദേഹത്തിനെ ഇപ്പം അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. എങ്കിലും ശാന്തമാണ് അവിടെ. എങ്കിലും ഇന്ത്യ ആ പ്രശ്നത്തെ സംബന്ധിച്ച് അവിടുത്തെ നേതാക്കന്മാരുമായിട്ട് സംസാരിച്ച് സെറ്റിൽ ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്.